പടുക്കണ സമയത്ത് വിലയുള്ള നോട്ട് അല്ല പിന്നെ ഈ നോട്ട്. സുശീലേ, ഓ ചുമ്മാതെ കളയരുതമ്മിണിയെ. എന്നാ ഈ സോപ്പ് കൊടുത്തിന്നെ. അതിന്റെ സോപ്പ് തിന്ന്. തുണിക്ക് മണം വരുന്ന ലോഷനാണ് നിങ്ങൾ ഇപ്പൊ എടുത്ത് കമത്തിയത്. ഭഗവാനേ, എമ്മല്ല ഇപ്പൊ വരും. സോപ്പ് വെള്ളം കുടിച്ചിട്ട് എമ്മല വരുമെന്നാ നിങ്ങൾക്ക് എമ്മല വരുന്നത്? അതല്ലെന്ന്, നമ്മളെ എമ്മല്ല ഇപ്പൊ നമ്മുടെ വീട്ടിലോട്ട് വരും. എന്തിന്? സംഭവം നീ അറിഞ്ഞില്ലേ? നമ്മുടെ വാർഡ് വനിതയായി. അതെന്താ വാർഡ് സാരി എടുത്തോട്ട് ഇങ്ങനെ നിക്കുവോ? എടി അതല്ലെന്ന്, ഇത് വനിതാ വാർഡാണ്. അതിനിപ്പോ എന്താ വേണം? അറിഞ്ഞില്ലേ? ഇല്ല. നീയാണ് ഇവിടുത്തെ സ്ഥാനാർത്ഥി. ഇതെന്താ വിളക്കിനകത്ത് വീണ വണ്ട? ഓഫ് ചെയ്യ്. അപ്പൊ സൈലന്റ് ആക്കിയ ചേട്ടാ, സ്ഥാനാർത്ഥിയുടെ അർത്ഥം പോലും എനിക്ക് അറിഞ്ഞൂടാ. എടി, ഈ സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞാൽ സ്ഥാനത്തിന് വേണ്ടിയുള്ള ആർത്തി, അതാണ് സ്ഥാനാർത്ഥി. അപ്പോഴേക്കും പിണങ്ങി പൊക്കളഞ്ഞോള്. ഇങ്ങോട്ട് വാ. ആ, ഇവിടെ ഉണ്ടായിരുന്നോ? കാര്യം മനസ്സിലായല്ലോ? ഇല്ല ചേട്ടാ, എനിക്കൊന്നും അറിഞ്ഞൂടാ. ശ്ശേ. എടി, നിന്നെ ഞാൻ കല്യാണം കഴിച്ച് ഇവിടെ കൊണ്ടുവരുമ്പോൾ നിനക്ക് എന്തെങ്കിലും അറിയായിരുന്നോ? ഇല്ല. ഇപ്പൊ എത്ര മക്കളുണ്ട്? 4. അത്ര കാര്യേ ഉള്ളു. അതുപോലെ ഓട്ടോമാറ്റിക്കായിട്ട് എല്ലാം അങ്ങ് പഠിച്ചോളും. കൈന്നിട്ട് കളിക്കുവാണല്ലേ? 10 10,000 ലക്ഷം ലക്ഷം പിന്നാലെ ചിന്താവാ ചിന്താവാ എമ്മല്ല കാണിക്ക് ചിന്താവാ 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 എമ്മല്ല കാണിക്ക് ചിന്താവാ. ആരാ? മനസ്സിലായില്ലേ? ഇതാണ് നമ്മൾ തെരഞ്ഞെടുത്ത് വിട്ട MLA. ഇത് തെരഞ്ഞെടുത്ത് വിട്ട MLA അല്ല, പിന്നെ തെരഞ്ഞെടുത്ത വട്ടി MLA. എടി, നിന്നെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കാൻ വന്നതാ. അങ്ങോട്ട് ചെന്നേ പോലും. സുശീലയ്ക്ക് ഒട്ടും താല്പര്യമില്ലെന്ന് കേട്ടു. കല്യാണം കഴിഞ്ഞിട്ട് ഇത്ര നാളായില്ലേ? 4 മക്കളുമായി. ഇനിയിപ്പോ അഡ്ജസ്റ്റ് ചെയ്തിട്ട് അങ്ങ് ജീവിക്കാം. അല്ല, സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കാൻ താല്പര്യമില്ലെന്ന് കേട്ടു. അതായിരുന്നോ? ആ, ഇല്ല. സുശീലേ, നീ എന്താ ഉദ്ദേശിച്ചത്? നിങ്ങളുടെ കാര്യം പറഞ്ഞത് അതായിരുന്നു. സുശീലയ്ക്ക് അറിയാലോ, ഇതൊരു സംവരണ വാർഡാണ്. എന്ന് വെച്ചാ? സമ്മെന്ന് വെച്ചാൽ മലയാളത്തിൽ അർത്ഥം എന്തുവാ? രാഘവൻ പറഞ്ഞു കൊടുത്തേ. MLA ജാനകി സിന്ധാവാ. അപ്പൊ അവിടെ അറിയത്തില്ല. കുട്ടി പറയൂ. ലക്ഷം ലക്ഷം പിന്നാലെ. അവിടെ ഒട്ടും അറിയത്തില്ല. അവളെന്റെ മാനം കാത്തു. ഞാൻ തന്നെ പറഞ്ഞു തരാം. ആ. സമ്മെന്ന് വെച്ചാ കുറച്ച്, വരണം എന്ന് വെച്ചാ നമ്മള് പെണ്ണുങ്ങളുടെ കയ്യിലും കുറച്ചൊക്കെ വരണം. അതാണ് ഈ സംവരണം. ഓഹോ, പക്ഷെ എനിക്ക് വലിയ പരിചയമില്ല. അയ്യോ, ഞാൻ ഇവിടുത്തെ MLA. അതല്ല, ഈ വക കാര്യങ്ങളൊന്നും വലിയ പരിചയമില്ലാന്ന്. ഓ, ഇതൊക്കെ ഇടയ്ക്ക് പറഞ്ഞു കൊടുക്കണ്ടേ? എനിക്കും വലിയ പരിചയമില്ല. അയ്യോ, ഞാൻ ഇവിടുത്തെ MLA. അതല്ല, ഈ വക കാര്യങ്ങൾ എനിക്കും വലിയ പരിചയമില്ലെന്ന്. ഓ, ഞാൻ തന്നെ പറഞ്ഞു തരാം. അതായത് ഇന്ന് രാവിലെ പാർട്ടിയുടെ ഒരു മീറ്റിംഗ് നടന്നിട്ടുണ്ടായിരുന്നു. ഏതാ ഈ സ്ഥാനാർത്ഥിയെ നിർണ്ണയിക്കാൻ വേണ്ടിട്ട്. ഭൂരിപക്ഷം ആൾക്കാരും സുശീലയുടെ പേരാണ് പറഞ്ഞേക്കുന്നത്. ആണോ? ആരൊക്കെ ഉണ്ടായിരുന്നു മീറ്റിങ്ങിന്? ഞാനും നിന്റെ ഈ ഭർത്താവും. എടി, രാഷ്ട്രമീ മാംസ കേട്ടിട്ടുണ്ടോ? ഫ്രീ ആയിട്ട് എവിടുന്നോ ബിരിയാണി കിട്ടുമെന്ന് കേട്ടിട്ട് അവിടെ പോയി പ്രസംഗം കേട്ടിട്ട് വന്നേക്കുവല്ലേ? എങ്ങനെ മനസ്സിലായി? അല്ലാതെ നിങ്ങളുടെ വായിന്ന് ഇത്രയും കട്ടിയുള്ള വാക്കുകളൊന്നും വരത്തില്ലല്ലോ. സുശീലേ, ഓ, നമ്മള് സ്ത്രീകള് പുരുഷന്മാരെ പുറകോട്ടാക്കിക്കൊണ്ട് നമ്മള് സ്ത്രീകൾ മുന്നോട്ട് പോണം, മുന്നോട്ട് പോണം, മുന്നോട്ട് പോണം. പുരുഷന്മാർ പുറകോട്ട് പോണം, പുറകോട്ട് പോണം, പുറകോട്ട് പോണം. സ്ത്രീകൾ മുന്നോട്ട് പോണം, പുരുഷന്മാർ പുറകോട്ട് പോണം. നിങ്ങൾ MLA ആണോ അതോ പ്രൈവറ്റ് ബസിന്റെ കിളിയാണ്? ഇതൊക്കെ ഇടയ്ക്ക് പറഞ്ഞു കൊടുക്കണ്ടേ? എനിക്ക് വലിയ പരിചയമില്ല. ആണ്ട, വീണ്ടും മറന്നോ? ഞാൻ ഇവിടുത്തെ MLA. അതല്ല, എനിക്ക് ഇതിനെ പറ്റി വലിയ പരിചയമില്ലെന്ന്. ഓ, MLA വിഷമിക്കണ്ട, ഞാൻ കാര്യം പറഞ്ഞ് മനസ്സിലാക്കാം. എടി, നീ ഇനി എന്തൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാലും നീ തന്നെയാണ് ഇവിടുത്തെ സ്ഥാനാർത്ഥി. അയ്യോ ദൈവമേ, ഈ നാട് ഭരിക്കുന്ന MLA അല്ലേ? 4 വർഷമായില്ലേ ഭരിക്കുന്ന? 4 വർഷമായിട്ട് ഭരണം ഭരിക്കുന്ന എന്റെ പൊന്നി MLA. എനിക്കിതിനെ പറ്റി ഒരറിവുമില്ലേ, തിരിവുമില്ലേ. MLA ഇതിനകത്ത് നിന്നാൽ എന്തൊക്കെ ഗുണങ്ങളാണെന്ന് പറഞ്ഞു കൊട്. നിർത്തോ. ഞാനെന്താ നിങ്ങളെയൊക്കെ നാടൻപട്ട് കാണാൻ വേണ്ടിട്ടാണോ ഇവിടെ വന്നേക്കുന്നത്? അയ്യോ, അവൾ ഈ സാധാരണപ്പെട്ട ഒരു കുടുംബത്തിൽ ജനിച്ച ഒരു പാവം പെണ്ണാണ്. അതുകൊണ്ട് അറിയാതെ പറഞ്ഞു വന്നപ്പോ നാടൻപാട്ടായി പോയാൽ ക്ഷമിക്കണം. എന്നാ കേട്ടോളൂ. MLA, അവളെന്തെങ്കിലും പറഞ്ഞു നിങ്ങൾ ഇങ്ങനെ കാണിക്കുന്നത് മോശമല്ലേ? ഒരു നാടൻപാട്ടല്ലേ?
അത് ചേട്ടൻ എന്തോ പറയാനാന്ന് പറയുന്നത്. ദേശക്കാരനൊന്നല്ല, പാവമാണ്. കേട്ട ഫ്ലോ വിഷ്വൽ ഇല്ലാതെ എന്ത് നാടൻ പാട്ട്? നാടൻ പാട്ട് വരുമ്പോൾ വിഷ്വല് വേണം. മനസ്സിലായോ? അല്ലാതെ എന്നാ പിന്നെ തുടങ്ങിയാലോ? തുടങ്ങിക്കോ. നിന്നൊറ്റടിക്ക് രണ്ട് നില കെട്ടി തോട് വെട്ടി പാലം കെട്ടി കമ്മീഷൻ ഞാൻ കൂട്ടി കിട്ടിയ പണം ചിട്ടിക്കിട്ട് 10 ഇരട്ടി കൂട്ടി അതിനിടയ്ക്ക് കോൺട്രാക്ടർ കുട്ടനെ ഞാൻ കേട്ടി. അങ്ങനെ അപ്പൊ ഒരു കാര്യം ചെയ്യ്. ആ അവസാനം പറഞ്ഞ വരി ഒഴിച്ചിട്ട് ബാക്കിയെല്ലാം നീ ചെയ്തോ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വരി അതായിരുന്നു. ചേട്ടാ ഇങ്ങനെ വന്നേ. നമ്മളെ ഈ മെമ്പറൊക്കെ ആയി കഴിഞ്ഞാലേ ഈ നാട്ടുകാരുടെ വായിരിക്കാൻ തെറിയെല്ലാം കേൾക്കേണ്ടി വരൂലേ? സുശീലേ, നാട്ടുകാരുടെ ഓരോ തെറിവിളിയും നമുക്ക് ഓരോ ഓർമ്മകളായിരിക്കും. ഇപ്പൊ എന്നെ തന്നെ നോക്ക്, അവർ ഓരോ വട്ടം തെറി വിളിക്കും, ഞാൻ ഓരോ മാല മേടിച്ച് സൂക്ഷിക്കും. അതറിയത്തില്ലയോ? ഇപ്പം കോളേജിന്റെ ഫ്രണ്ടിൽ MLAക്ക് 7 മാലക്കടയുണ്ട്. പിന്നെ ഓരോ മാലയ്ക്ക് ഓരോ വെറൈറ്റി പേരുകളാ. കേക്കണോ? വേണ്ട, ഞാൻ ഊഹിച്ചോളാം. എന്നെ വിളിക്കുന്നതിനെക്കാട്ടും നല്ല കിടിലം പേരുകളാ. കേട്ടോ. അല്ല ഇങ്ങനെ വന്നൊരു കാര്യം വരും, ഇതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ഉപകാരം ഉണ്ടോ? ഉണ്ടോന്നോ? എടി, ഓരോ വികസന പ്രവർത്തനം കഴിയുമ്പോഴും നമ്മുടെ കയ്യിൽ എന്തുവാ? എന്ത് എടി, നിന്റെ അച്ഛന്റെ പേരെന്തുവായിരുന്നു? നമ്പീഷൻ. ആ, അതുപോലെ ഒരു സാധനം കിട്ടും. അത് കമ്മീഷൻ, ഇത് കമ്മീഷൻ. കമ്മീഷൻ അത് കിട്ടും. എന്നാലേ ഈ സ്ഥാനമൊക്കെ കൈ വന്നു കഴിഞ്ഞാലേ ഭരണമൊന്നും എനിക്ക് ഇത്ര വലിയ പിടിയൊന്നുമില്ല ചേട്ടാ. അതിന് നീ പേടിക്കുന്ന എന്തിന്? നീ ജയിച്ചു കഴിഞ്ഞാൽ ഈ പഞ്ചായത്ത് ഭരിക്കുന്നത് ഞാനായിരിക്കും. അണിയാ നോക്കുന്ന എന്തിന്? തുണി കഴുകി ഇടാൻ അല്പം താമസിച്ചു പോയി. അത് MLA വന്നോണ്ടല്ലേ. വെയില് പോകുന്നതിനിപ്പോ ഞാൻ കഴുകിയിട്ട് തീർത്ത് തരാം. കൊള്ളാം, നല്ല ഭരണം ഇവൻ തന്നെ ഭരിക്കുമെന്ന് എനിക്ക് ഉറപ്പായി. അതൊക്കെ എന്റെ വീട്ടില് എന്റെ ഒരു കാര്യത്തിലും ഇടപെടത്തില്ല. എന്നെ ഇങ്ങനെ അങ്ങ് വിട്ടേക്കുവാ. അതിനെന്തോ പേര് പറയുമല്ലോ. വീട്ടിൽ നിന്ന് കയറൂരി ഇട്ടേക്കുന്നത്. ഫ്രീഡം. നേരത്തെ ഭർത്താവിന്റെ പേര് പറഞ്ഞില്ലായിരുന്നു, എന്തായിരുന്നു? കുട്ടൻ. എന്തെടുക്കും ആളിപ്പോ? ആൾക്ക് വലിയ മണവും ഗുണവും ഒന്നും ഇല്ലാത്തോണ്ട് ഞാൻ അമ്മയുടെ അടുത്തേക്ക് പോന്നു. പുള്ളി പഴയ വീട്ടിൽ തന്നെ ഇന്ന് പുഴുക്കുവാ. കുട്ടനെ കാണാറുണ്ടോ? ആ, ഞാൻ ഈയിടെ കണ്ട്. ആരോ 5-6 വട്ടം ചവച്ച തുപ്പിയെ ബബിൾ കൊടുത്ത് വീണ്ടും ചവച്ച് നിന്നോണ്ടിരിക്കുക. കുട്ടന്റെ വരുമാനം ഒക്കെ എങ്ങനെയാണ്? അത് കിട്ടണമെങ്കിൽ അവൻ എന്റെ പേര് തന്നെ പറയണം. നിങ്ങൾ ഈ വല്ലോരത്തും കിടക്കുന്ന വല്ലോന്റെയും കാര്യം പറഞ്ഞുകൊണ്ട് നിൽക്കാതെ ഇവിടുത്തെ കാര്യം പറ. ഇവിടുത്തെ കാര്യം പറയാം. സുശീലയെ നമ്മൾ സ്ഥാനാർത്ഥിയായിട്ട് നിർണ്ണയിക്കാനായിട്ട് ഒരു പ്രത്യേക കാര്യമുണ്ട്. നമ്മൾ സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്ത്രീകളുടെ മനസ്സ് എപ്പോഴും നല്ല പവർഫുൾ ആയിരിക്കണം. നല്ല കട്ടിയുള്ള മനസ്സുണ്ടായാൽ മാത്രമേ നമുക്ക് ഒരു സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കാൻ പറ്റൂ. കല്ലുപോലെ മനസ്സുള്ള ആളിന്റെ റിംഗ് ടൂണ് കേട്ടോ. അയ്യോ ശരി. അയ്യോ, എന്ത് പറ്റി? അയ്യോ സോറി. അയ്യോ, ചോറായ ചോറ്. കറി ആയിട്ടില്ല, ചോറ് കറിയായില്ല. അയ്യോ അതല്ല, എനിക്കൊന്ന് സ്ഥലം മാറിയത്. എന്നാ ഇവിടുന്ന് മാറി ഇങ്ങോട്ട് മാറി. അതല്ലെന്ന്, ഞാൻ വന്ന സ്ഥലം ഒന്ന് മാറിപ്പോ. ഞാൻ വനിതാ വാർഡ് തിരക്കാണല്ലോ വന്നത്. അതെ. പക്ഷെ ഇതല്ലായിരുന്നു വനിതാ വാർഡ്. പിന്നെ ഏതാ? നമ്മുടെ 8ാം വാർഡായിരുന്നു വനിതാ വാർഡ്. അപ്പൊ ഞാൻ രക്ഷപ്പെട്ടു. എന്തൊരു വേലയായി പോയത്. എന്നാ പിന്നെ നമുക്ക് അങ്ങോട്ട് പോയാലോ? ഞാനെന്താ ഞാൻ അങ്ങോട്ട് വരുന്നത്? നീ അല്ലേ പറഞ്ഞ നിനക്ക് 8ാം വാർഡിലും 9ാം വാർഡിലും 10ാം വാർഡിലും ഓരോ ഭാര്യമാര് വെച്ചോണ്ടെന്ന്? എന്താണ് ഇന്ന് രാവിലത്തെ മീറ്റിംഗില്? ഭരണം വേണ്ടേ? ആദ്യം ഭരണമല്ല, പിന്നെ ഇങ്ങനെ മരണം. എന്റെ പൊന്നെ, സ്കിറ്റ് ഇവിടെ കാണുന്ന അതിന്റെ ഇടയ്ക്ക് അവരുടെ ചിരി മാത്രമല്ല, ഓരോ ക്യാരക്ടേഴ്സിനും അവരുടെ കൂട്ടത്തിലുള്ള ആൾക്കാരുമായിട്ട് ബന്ധമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. എന്താ പറയുക, ചേട്ടൻ ഇവിടെ പെർഫോം ചെയ്യുമ്പോ അവിടെ അമ്പാടിയുടെ പേര് പറഞ്ഞു. പക്ഷെ അമ്പാടി ആരെന്ന് എനിക്ക് മനസ്സിലായില്ല. അമ്പാടി, ഇതാണ് അമ്പാടി. ഞങ്ങളുടെ വിഷ്ണുവിന്റെ പേരാണോ അമ്പാടി? അപ്പൊ നീ ഇതുപോലെ കുരുത്തോല കെട്ടി അവിടെ ഡാൻസ് കളിക്കും? അമ്പാടി നന്നായി ഡാൻസ് കളിക്കും. അല്ലേ? അവന്റെ ചിരിയിലുണ്ട് ഡാൻസറാന്ന്. സ്മൈലേഷ് കുമാർ. ഇവിടെ പാട്ട് വന്നപ്പോഴും അവര് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു അല്ലേ? കാരണം നിങ്ങളുടെ ആ ഒരു സൈഡിലേക്കായിരുന്നല്ലോ പാട്ടെന്ന് പറയുന്നത്. നിങ്ങളുടെ കയ്യിൽ ഇപ്പൊ പെട്ടെന്ന് പാടാൻ പറഞ്ഞാൽ ഒരു പാട്ടുണ്ടാവും, ഒരു നാടൻ പാട്ട്, ഒരു ഓളത്തിന് പാടാൻ. തീർച്ചയായിട്ടും. ഏത് പാട്ട് പാടും? ചാലക്കുടി ചന്തയ്ക്ക് പോകുമ്പോ ചന്ദന ചൊപ്പുള്ള മീങ്കാരി പെണ്ണിനെ കണ്ടേ ഞാൻ.
ചെമ്പല്ലി കരിമീൻ ചെമ്മീന് പെണ്ണിന്റെ കൊട്ടല് നെയ്യുള്ള പിടക്കണ മീനാണ് ചാലക്കുടി ചന്തയ്ക്ക് പോകുമ്പോ ചന്ദന ചൊപ്പുള്ള മീൻകാരി പെണ്ണിനെ കണ്ടേ ഞാൻ ചെമ്പല്ലി കരിമീൻ ചെമ്മീന് പെണ്ണിന്റെ കൊട്ടല് നെയ്യുള്ള പിടക്കണ മീനാണ് പെണ്ണിന്റെ പഞ്ചര പുഞ്ചിരി കല്ല കലക്കണ കച്ചോടം പെണ്ണിന്റെ പഞ്ചര പുഞ്ചിരി കല്ല കലക്കണ കച്ചോടം ഇന്നത്തെ ചന്തല കച്ചവടം പെണ്ണിന്റെ കൊട്ടല മീനാണ് ഇന്നത്തെ ചന്തല കച്ചവടം പെണ്ണിന്റെ കൊട്ടല മീനാണ് ചാലക്കുടി ചന്തയ്ക്ക് പോകുമ്പോ ചന്ദന ചൊപ്പുള്ള മീൻകാരി പെണ്ണിനെ കണ്ടേ ഞാൻ ചെമ്പല്ലി കരിമീൻ ചെമ്മീന് പെണ്ണിന്റെ കൊട്ടല് നെയ്യുള്ള പിടയ്ക്കണ മീനാണ് ഓ എന്റെ മോനെ ഏത് മൂഡ് ഏത് മൂട് ഇതായിട്ട് ഇതൊക്കെ കഴിഞ്ഞപ്പോ സ്കിറ്റും പാട്ടും എല്ലാം ആയി കഴിഞ്ഞപ്പം നമുക്കിനി ചേച്ചി ബാറ്ററിനെയും കൂടെ ഒന്ന് കാണണ്ടേ ബാറ്ററി കൂടെ ഒന്ന് വന്ന് എൻജോയ് ചെയ്യണമെന്നുണ്ടേ അപ്പൊ നമുക്ക് ബാറ്ററിയിലേക്ക് നോക്കാം നിറയെ പണമൊഴുകണ കടി പറന്നിറങ്ങേണ്ട ചിരി ചിരി പലതിരി കലനിറയെ പണമൊഴുകണ കളി പറന്നിറങ്ങേണ്ട ചിരി ചിരി പലതിരി 35,000 rupees ആണ് നേടിയിരിക്കുന്നത് കൺഗ്രാറ്റുലേഷൻസ് എന്തായാലും ചേച്ചി ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കോ കൊടുക്കാണ് ഹാപ്പിനെസ് ഹാപ്പിനെസ് ഹാപ്പിനെസ്